ഇതെങ്ങനെയുള്ള ആനുകൂല്യങ്ങളും ഈ ചിട്ടി പദ്ധതിയിലുണ്ടായിരുന്നു എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പരിപാടികൾ അദ്ദേഹത്തിന് ചില കൃത്യാന്തരമായ പേരിൽ ഞാൻ സ്വാഗതം പറഞ്ഞു കൊടുക്കും. പരിപാടിയുടെ അധ്യക്ഷത വഹിക്കാൻ ശ്രീ സണ്ണി നെല്ലൂർ കല്ലൂർ ഈ സദസ്സിന്റെ അധ്യക്ഷത വഹിക്കുന്നത് KSFBയുടെ ഈ പരിപാടികൾക്കെല്ലാം മാർഗദർശനം നൽകുന്ന ഒരു അവർക്ക് എല്ലാവരുടെയും പേര് ഞാൻ സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. കോട്ടയം റീജിയണൽ മാനേജർ AGM ഞാൻ പ്രത്യേകം സ്വാഗതം പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഇന്ന് ഈ ചടങ്ങ് സുഹൃത്തുക്കൾ, അതുകൊണ്ടാണ് KSFBയുടെ എല്ലാ സ്കീംസും വളരെ വിജയം കൈവരിക്കുന്നത്. നമുക്കറിയാം ഈ പരിപാടി ആവിഷ്കരിക്കാമെന്ന് നേരിട്ടുണ്ട്. അവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം ഈ KSFB ഇതേപോലെ തന്നെ വളരെയധികം പദ്ധതികൾ എല്ലാ സ്പെഷ്യൽ പദ്ധതികളും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഈ യോഗത്തിന്റെ ബഹുമാന്യനായ ശ്രീ ജോസ് കെ മാണി അവർ മുനിസിപ്പൽ ചെയർമാന്റെ അസാന്നിധ്യമാണ് അധ്യക്ഷനായിരിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, KSFBയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുവർണ ശ്രേയസ് ചിട്ടി സമ്മാന വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന തലത്തിൽ 25 പവന്റെ ലോകരാഷ്ട്രങ്ങളിലെല്ലാം അത് പരിഗണിക്കുകയുണ്ടായി. ഒരു പരിധിവരെ നമുക്ക് ഇന്ത്യയിൽ അതിൻ്റെ കോട്ടങ്ങൾ തട്ടാതെ പരിരക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എങ്കിലും വിഷമങ്ങളുണ്ട്. അമേരിക്ക, യൂറോപ്പുള്ള രാജ്യങ്ങൾ അതിൽ നിന്ന് കരകയറുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അവിടെ എല്ലാം ആദ്യമേ തകർന്നത് ഷെയർ മാർക്കറ്റും റിയൽ എസ്റ്റേറ്റും ബാങ്കുകൾ തന്നെയാണ്. സിറ്റി ബാങ്ക് പോലുള്ള ഏറ്റവും ജനങ്ങൾ വിശ്വാസമർപ്പിച്ച സിറ്റി ബാങ്കിനെ ബെയിലൗട്ട് ചെയ്യേണ്ടതെന്ന് അമേരിക്കൻ ഗവൺമെന്റ്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ഇത് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത് KSFB പോലുള്ള, അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഡിസിപ്ലിൻ ഫോളോ ചെയ്ത ബാങ്കുകളും നിക്ഷേപ സ്ഥാപനങ്ങളും ഉണ്ട് എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അത് നിലനിന്നിരുന്നത് മെട്രോ പ്ലേസുകളിൽ മാത്രമല്ല, പക്ഷെ ഗ്രാമീണ മേഖലയിലും അത് വളർത്തുവാൻ കഴിഞ്ഞു. അതിനുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ കേറ്റർ ചെയ്യുന്നത് മെട്രോയിൽ മാത്രമല്ല, ഇന്ന് വില്ലേജുകളിലും ഗ്രാമീണ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു പക്ഷേ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന, ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ KSFB എന്ന് പറഞ്ഞ സംരംഭം 40 വർഷക്കാലം മുമ്പ് 1969 വെറും 2 ലക്ഷം രൂപ മുതൽ മുടക്കുള്ള 40 ബ്രാഞ്ചുകൾ മാത്രമായി ആരംഭിച്ച ഇന്ന് KSFB വളർന്ന് പന്തലിച്ച് ഇന്ന് 400 ബ്രാഞ്ചുകളായി 14,000 കോടി രൂപയുടെ ടേൺ ഓവറും 3,151 കോടി രൂപയുടെ നിക്ഷേപവും, അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ ട്രഷറിയിലേക്ക് വലിയൊരു പങ്ക് ഡിപ്പോസിറ്റും കൊടുക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായി തെളിയിക്കുന്നത് സാധാരണക്കാരുടെ ഈ സ്ഥാപനത്തിൽ കൊടുത്ത വിശ്വാസം തന്നെയാണ്. തീർച്ചയായും ആ വിശ്വാസം കാത്തുരക്ഷിക്കുവാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് ഇവിടെ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, ജീവനക്കാരാണ്. ഞാൻ പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരെയും അനുമോദിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 357 ബ്രാഞ്ച് ഉണ്ടായിരുന്ന ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ തന്നെ 50ഓളം ബ്രാഞ്ചുകൾ പുതിയതായി ആരംഭിക്കാൻ കഴിഞ്ഞ 400 ബ്രാഞ്ച് ആക്കി ഒതുക്കിയുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ ആ ലക്ഷ്യം തന്നെയാണ് എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് ഇതിന്റെ ബ്രാഞ്ചുകൾ ആരംഭിച്ച് സേവിങ് അത് നമ്മുടെ ഒരു ജീവിത ശൈലിയായിട്ട് മാറ്റിയെടുക്കണം. ആ ശൈലി ഡെവലപ്പ് ചെയ്യുവാൻ ഇന്ന് ഗ്രാമങ്ങളിലേക്ക് ചെന്നെത്തിയെങ്കിൽ മാത്രമേ കഴിയൂ.
മെട്രോയിൽ എപ്പോഴും പട്ടണങ്ങളിലൊക്കെ എപ്പോഴും മാറ്റങ്ങളും തിരുത്തങ്ങളും അത് പല ഇന്റൻഷൻസുകളാണ് ഈ ബിസിനസ്സുമായിട്ട് പോകുന്നത്. പ്രകാരമുള്ള ചില സംശയങ്ങൾ ഇവിടെ സമൂഹത്തിലുണ്ടായി. അതിനെപ്പറ്റി വളരെ ഡെപ്തായിട്ട് ദീർഘമായി ചേർന്ന് സംസാരിക്കാൻ അതിലേക്കൊന്നും കിടക്കും. പക്ഷേ എവിടെയെങ്കിലും ഈ ഫിനാൻഷ്യൽ സ്ഥാപനമായി വന്ന ഒരു ചെറിയ റോങ് മെസ്സേജ് മതി ഈ ഒരു സ്ഥാപനത്തിന് തകർക്കുവാൻ. വിശ്വാസത നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് ഇതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴും ഓരോ സ്ഥാപനങ്ങളും ഓരോ ബ്രാഞ്ചുകൾ തുടങ്ങുമ്പോഴും ഓരോ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോഴും